സംഗീത സംവിധായകൻ SP വെങ്കടേഷിൻ്റെ വിയോഗ വാർത്തയാണ് ഈ നിമിഷം പ്രേക്ഷകരുമായി മാതൃഭൂമി ന്യൂസ് പങ്കുവയ്ക്കുന്നത്. ശ്രീ പ്രിയദർശൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പ്രിയദർശൻ, ദീർഘകാലത്തെ ബന്ധമായിരിക്കുമല്ലോ സ്വാഭാവികമായും SP വെങ്കടേഷുമായി ഉള്ളത്. അദ്ദേഹത്തുള്ള ഓർമ്മകൾ, ഒപ്പം ഈ വിയോഗ വാർത്ത വരുമ്പോൾ അങ്ങയുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്തെല്ലാം ചിന്തകളാണ്? പെട്ടെന്ന് ഒരു ഇതായിരുന്നു കാര്യം. കുറെ നാളായിട്ട് അദ്ദേഹം ബംഗാളി സിനിമയിൽ വർക്ക് ചെയ്തു. അതുകൊണ്ട് അധികം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഒരുപാട് കാലം ബംഗാളി സിനിമയിലായിരുന്നു. കഴിഞ്ഞൊരു എനിക്ക് 7-8 വർഷമായിട്ട്. അതിനു മുമ്പുള്ള ഓർമ്മകളാണ്. അതായത് ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ചത്, ചിരിച്ച മുഖത്തോടെ പാടുന്ന ഒരു മനുഷ്യൻ. അതായത് ഹാർമോണിയത്തിന് മുമ്പിൽ ഇരുന്നിട്ട് പാട്ടുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് എന്തും സജസ്റ്റ് ചെയ്യാം. എനിക്കും അദ്ദേഹ സംഗീതത്തിനെ കുറിച്ച് അധികമൊന്നും അറിഞ്ഞൂടെങ്കിലും ചിലപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്ന അത് മുത്തശ്ശിയിലെ ഒരു സിനിമയിലെ ഒരു പാട്ടാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഈ ഇതുപോലത്തെ ഒരു ഫീലുള്ള ഒരു താരാട്ട് ആണ് എനിക്ക്. അദ്ദേഹം ഒരു സെക്കൻഡ് ഇങ്ങനെ ചിരിച്ചു തന്നെ എടുത്ത് പറഞ്ഞു, ഇതൊന്ന് കേട്ടു നോക്കും. ഇമ്മീഡിയറ്റ് പാടുകയാണ്. കിലുകിൽ പമ്പരം, ശരി, സെയിം രാഗമാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ചുള്ള ഹിന്ദുസ്ഥാനിയെ കുറിച്ചുള്ള ഒരു സെയിം എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ നോളജ് അത് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് ഏത് രീതിയിലുള്ള പാട്ടിലേക്കും അദ്ദേഹത്തിന് മാറാൻ കഴിയും. വെസ്റ്റേൺ എങ്കിൽ വെസ്റ്റേൺ, ഈസ്റ്റ് ക്ലാസിക്കൽ, കർണാട്ടിക്, ഹിന്ദുസ്ഥാനി എങ്കിൽ ഹിന്ദുസ്ഥാനി. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് ബംഗാളി സിനിമയിൽ വലിയൊരു മനുഷ്യനായി തീർന്നത്, മ്യൂസീഷ്യനായി തീർന്നത്. സോ തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ ഒരുപാട് അധ്യായങ്ങളുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചിരിച്ച മുഖം, പൊട്ടിട്ട് കുളിച്ച് എണ്ണ തേച്ച് കുളിച്ച് നെറ്റിയിൽ പൊട്ടിട്ട് രാവിലെ ഐശ്വര്യത്തോടെ ഹാർമോണിയത്തിന് മുമ്പിലിരുന്ന് ചിരിച്ച് പാടുന്ന വെങ്കടേഷിനെയാണ് എനിക്ക് ഓർമ്മ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ നമുക്ക് സത്യം എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ അദ്ദേഹം പോവേണ്ടി വന്നു നമ്മളിൽ വിട്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും പഴയ ഓർമ്മകൾ ഞാൻ മനസ്സിൽ വെക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.